നിരത്തിയിട്ടുള്ള നേരിയ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് മണ്ണിടിച്ചിൽ തടഞ്ഞു നിർത്താൻ ആയേക്കില്ല. ഞാൻ നിൽക്കുന്നത് NH66 മലപ്പുറം ജില്ലയിൽ NH66 നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റിപ്പുറം ഭാഗത്താണ്. ഇവിടെ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തിന് മറുവശത്തു കൂടെയാണ് ഇനി നിർമ്മിക്കാൻ ഇരിക്കുന്നത്. അതായത് 3 വരിപ്പാത ഇവിടെ വരും, 3 വരിപ്പാത അവിടെ വരും. ഇവിടെ വലിയ ഒരു കല്ലിന്റെ വലിയൊരു കൂട്ടൽ, ചെറിയ കുന്നുപോലെ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു മലയുടെ ഭാഗം വെട്ടിമുറിച്ച് നിർത്തിയ അവസ്ഥയിലാണുള്ളത്. അവിടെ കോൺക്രീറ്റ് കൊണ്ട് അവർ ഇത് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടിയെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ പലയിടത്തും സിമന്റ് ഇളകി പോന്നിട്ടുണ്ട്. മുകളിലെ വീടുകൾക്ക് വലിയ ഭീഷണിയുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു മണ്ണ് ഇവിടെ നീക്കം ചെയ്ത് മറുവശത്ത് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഒരു വശത്ത് മുഴുവൻ ചെങ്കുത്തായ രീതിയിലുള്ള ഇടമായിരിക്കും. അതായത് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇടമായിട്ടാണ് ഇത് മാറുക. ഇതിന്റെ നിർമ്മാണം ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിലാണ്. നമുക്കതിന്റെ പൂർത്തീകരണമായിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഈ സുരക്ഷാ സംവിധാനങ്ങളും അല്ലെങ്കിൽ സുരക്ഷാ ഭിത്തിയുമൊക്കെ കുറെ കൂടി നന്നായിട്ട് നിർമ്മിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ നിലവിലെ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. ഒരു കുന്നിന്റെ വശം മുഴുവൻ ചെത്തി നിർത്തിയ പോലെയാണ് ഈ ഭാഗത്തുള്ള റോഡിന്റെ നിർമ്മാണം. ഇതിന്റെ ദുരന്തം അല്ലെങ്കിൽ ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നത് ഇതിന്റെ മുകളിൽ താമസിക്കുന്ന വീട്ടുകാരാണ്. ആ വീടുകൾക്കൊക്കെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അവർ ആ പരാതിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മോട് ഇപ്പോൾ പങ്കുവെക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട ബംഗ്ലാംകുന്നിന് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ദേശീയപാത കടന്നു പോകുന്നത് കാണാം. ഇതാ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ കുന്ന് ചെരിച്ചു വെട്ടിയ ഇടത്താണ്. ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പലയിടത്തും കോൺക്രീറ്റ് ഇളകിപ്പോരുന്നുണ്ട്. ഇത് എന്ത് സുരക്ഷയാണ് ഇത് നൽകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. താമസിച്ചിരുന്ന എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഇവിടെ ഈ വീടുകളിലൊക്കെ ഈ റോഡിന്റെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം വലിയ വിള്ളലുകളാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സുരക്ഷിതമായി കഴിയാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ എല്ലാ വീടുകളിലെ 6 വീടുകളിലെ ആളുകൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ റോഡ് നിർമ്മാണത്തിന് ശേഷം ഈ മേഖലയിലുണ്ടായ മാറ്റങ്ങളാണ്. ഇതൊക്കെ ഈ ഒരു വലിയ വിള്ളലുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിന്റെയൊക്കെ അവസ്ഥ നേരിട്ട് കാണാം. അവിടെ ആ വീടിന്റെ ചുമരൊക്കെ വലിയ തോതിൽ ഇതാ വിണ്ട് കിടക്കുകയാണ്. ഇത് ഈ വീടിനെ മാത്രമല്ല, പരിസരത്തുള്ള വീടുകളിലൊക്കെ അവസ്ഥ ഇതുപോലെയാണ്. ഇത്രമാത്രം വലിയ വിള്ളലുകളാണ്. ഇവിടെ ഈ സിമന്റ് പ്ലാസ്റ്റർ ചെയ്ത് മുഴുവൻ അടർന്നു പോകുന്ന ഒരവസ്ഥ. ഇവിടെ താഴെ കാണാം നമുക്ക് ഇത്രയും വലിയ കോൺക്രീറ്റ് ചെയ്ത സ്ഥലം തന്നെ വിണ്ട് കീറിയ അവസ്ഥ. അത്തരത്തിൽ ആർക്കും താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇവിടുത്തെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ സാഹചര്യങ്ങൾ മാറ്റിവിടുന്നു. നമ്മളൊപ്പം ഇവിടുത്തുകാർ ചേരുകയാണ്. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളവരല്ലേ? എന്താണ് ഇപ്പോൾ ഈ റോഡിന്റെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം നിങ്ങളൊക്കെ വീടിന്റെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ല? ഇപ്പോൾ ഇവര് താൽക്കാലികമായിട്ട് ഒരു സിമെന്റ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. എന്താ വെച്ചാൽ ഇത് വിള്ളൽ പിന്നെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം അങ്ങോട്ട് നിലത്ത് പോവാം. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ്. ഇപ്പോൾ അവർ തൽക്കാലം എന്താ വെച്ചാൽ ഞങ്ങൾ 4 മാസത്തേക്ക് തൽക്കാലം ഇവിടുന്ന് വാടകയ്ക്ക് മാറ്റുകയാണ്. ആ വാടക പൈസ മാത്രം തന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഈ 4 മാസത്തിൽ 4 പ്രാവശ്യം ഞങ്ങൾ കളക്ടർ ഹൗസിൽ പോയി കളക്ടറെ കണ്ട് സംസാരിച്ച് പോകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 18-ാം തീയതി ഇവിടെ വന്നിട്ട് നോക്കാം, അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കളക്ടറും വന്ന് നോക്കിയിട്ടില്ല. മൊത്തം ഇടിഞ്ഞു വീഴുന്നൊരു പേടി നിൽക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായും ഇത് ഇവിടെ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നിരുന്നു. മധുരയിൽ വരെ കൊടുത്തിരുന്നു. KNRCന്റെ ഒരു ടീം മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ മധുരയിൽ ആള് പറഞ്ഞ വീഡിയോസ് ഞങ്ങളെടുത്തു. ആള് പറഞ്ഞ ഡയലോഗ് എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് നിന്ന് വർക്ക് ചെയ്യാൻ പേടിയാണ്, ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ സാഹചര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവര് ഒഴിവായി പോവുക ചെയ്തത്. ഈ ഇതിന് നിറച്ച വെള്ളമാണല്ലേ? അതായത് വെള്ളമാണ്. ഇത് നിറച്ച വെള്ളമാണ്.
ഇത് മണ്ണെടുത്ത് മാറ്റുമ്പോൾ ഇത് അതിനെപ്പറ്റി വെള്ളത്തിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. പിന്നെ മണ്ണ് ഉറപ്പുണ്ടാവില്ല, കാരണം ചൂടി മണ്ണാണ് ഇതിനടിക്ക്. ഇപ്പൊ ഇവിടെ കച്ചവടത്തോളം കാര്യങ്ങളൊക്കെ ഇത് ചൂടി മണ്ണായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ വണ്ടികളൊക്കെ പോകുമ്പോഴാണ് ഇത് ചെറുക്കിങ്ങനെ പുതിയ പുതിയ പൊട്ടുകളൊക്കെ കാണിച്ചാൽ തരാം. അങ്ങനെയൊക്കെ പൊട്ട് പോലെ വരുന്നുണ്ട്. ഇതിന്റെ മുന്നത്തെ ആദ്യം ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ അവർ കുത്തനെയാണ് ഇതാക്കിയിട്ടുള്ളത്. പക്ഷെ ഇത് താങ്ങാനുള്ള ശേഷിയില്ല. ഇപ്പൊ അവർ 1000 ലോഡോളം മണ്ണ് കൊടുത്തിട്ട് കൂട്ടിക്കുകയാണ്. അപ്പൊ ആ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ഏത് നിമിഷത്തിൽ നിന്ന് ഇറങ്ങി പോകും. അപ്പൊ അവരെന്താ പറഞ്ഞു വെച്ചാൽ സർവീസ് റോഡ് ഈ മണ്ണിട്ട മേലെ കൂടെ കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഇതാക്കുന്നത്. ഈ കുത്തനേത് കുന്നു മുറിച്ചതോടെ വെള്ളം ഒഴുകി പോകാൻ പറ്റാതെ ഉണ്ടാവും. അതെ അതെ അതെ. ഇതിന്റെ ഞങ്ങളൊക്കെ ഇവിടുത്തെ മേലത്തെ കിണറിന്റെ അടിഭാഗം എത്തിക്കണം. ഇപ്പൊ ഇവിടെ താഴത്ത് ഇപ്പോഴത്തെ അവസ്ഥ അവര് വന്ന് നോക്കുന്നുണ്ട്. അവര് വന്ന് നോക്കുമ്പോ അവര് പറയണ അവര് മാർക്ക് ചെയ്ത സ്ഥലത്ത് മാത്രമേ അവര് നോക്കണുള്ളൂ. എത്രത്തോളം വിളിച്ചുണ്ട് എന്നുള്ളത് അവര് മാർക്ക് ചെയ്ത് കൊടുത്ത് മാത്രം. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വിണ്ടത് കാണിച്ചെടുക്കുമ്പോ അവര് പറയണത് ഞങ്ങൾക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ മാത്രമാണ് ഞങ്ങളോട് നോക്കാൻ പറഞ്ഞേക്കണെന്നാണ് അവര് പറയുന്നത്. ഒരുപാട് സിമെന്റ് ഉണ്ടാവൂലേ? സിമെന്റ് ഒരുപാട് ഇട്ടിക്കണ്. ഇവിടെ ഈ മുറ്റത്ത് സിമെന്റ് ഇട്ടപ്പോ അവിടുത്തെ കിണറ്റിലാണ് അത് പൊന്തിയത്. അത്രയും അടിയിലോട്ട് അത്ര ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ ഇതേമാതിരി തന്നെയാണ്. ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുക്കണം. കലക്ടറെ അടുത്ത് ഞങ്ങൾ 4 പ്രാവശ്യം പോയി. കഴിഞ്ഞ മാസം 18-ാം തീയതി NHA മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ വരാന്ന് പറഞ്ഞു. ഇത് ഈ നിമിഷം വരെ വന്നു നോക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? എന്താണ് മെമ്പർ ഇവരുടെ അവസ്ഥ? ഇവരെ അവസ്ഥ നമ്മൾ പഞ്ചായത്തിലേക്ക് ഇവർ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അതുപ്രകാരം ഞാനും ഒരു പരാതി കൊടുത്തിട്ട് ബോർഡ് തീരുമാനം കൊടുത്ത് നമ്മൾ ഇതിൻ്റെതായിട്ടുള്ള പ്രൊജക്ട് ഡയറക്ടർക്ക്, കലക്ടർക്ക്, പിന്നെ MLAക്ക്, MP ക്ക് അങ്ങനെ അവർക്കൊക്കെ നിവേദനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് പരാതിയായിട്ട് പോയിട്ടുണ്ട്. MP പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നല്ലൊരു തീരുമാനം പരിഗണിക്കാന്ന് പറഞ്ഞത്. കുറേ കാര്യങ്ങളായിട്ടാണ് MP ഇവരെ നേരിട്ട് കണ്ടിട്ടുള്ളത്. പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു റോഡ് കൂടി വരുമ്പോൾ ഇവിടെ ആൾതാമസം ഉണ്ടായാലില്ലെങ്കിലും ഈ സ്ഥലം എത്രമാത്രം ഇടിഞ്ഞു വീഴാൻ സാധ്യത ഉള്ളതാണ്. ഈ റോഡിന് ഭീഷണിയാവുന്ന സാഹചര്യം പിന്നെ ഭീഷണിയാണല്ലോ. അടിയിൽ മണ്ണ് ചെകിടി മണ്ണായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവര് അടി ഇങ്ങോട്ട് മാന്തി എടുത്തിട്ട് ഈ ഡ്രില്ലർ കൊണ്ട് അടിച്ചപ്പോഴാണ് ഇവരെ കിണറ്റിക്കാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. കുഴൽക്കിണറാണ് ഫസ്റ്റ് നശിച്ചത്. അതുമായി പരാതിയായിട്ട് അലിവിയാക്ക നമ്മളെ പഞ്ചായത്തിൽ വന്ന് അതിന് നടപടി എടുക്കണമെന്നും പറഞ്ഞിട്ട് അതിന് എന്താ ചില്ലറ പൈസ പഞ്ചായത്ത് ഇടപെട്ട് അതിന്റെ പ്രൊജക്ട് ഡയറക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 20,000 തരുന്നു. 20,000 നമുക്ക് 1 ലക്ഷത്തോളം മണ്ണ് ഈ കിണറിനെ. അപ്പൊ 20,000 തരും. അതുകൊണ്ട് എന്താവാനാ പിന്നീട് വീടുമ്പക്ക് ഫസ്റ്റ് വീട് ബരതാ വന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തം ചെറിയൊരു വിള്ളൽ വന്ന് ആ ചെറിയ വിള്ളൽ 4-5 ദിവസം ആയപ്പോഴത്തേനും മൊത്തം വീണ്ട് എല്ലാമയ്ക്കും ബാധിച്ച് ഈ വീട് മൊത്തം ഒരു തുടക്കം തന്നെ ഉണ്ടായി. മേഖലയുടെ ഈ ഘടന മാറിയപ്പോ അത് എല്ലാ വീടുകളെയും ബാധിച്ചു. എല്ലാ വീടുകളെയും ബാധിച്ചു. എന്തായാലും ഇവർക്ക് അതിന് അടിത്തട്ട് നിങ്ങൾ പറയണത് പോലെ ഒരു മണ്ണാണ്, പാറല്ല. ഇതിന്റെ ഇവിടുന്ന് കുറച്ച് ഭാഗേ പാറയുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് വെറും ചൂടി മണ്ണാണ്. അത് ഇവിടെ ഈ മണ്ണ് എടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു വെള്ളം വരുന്നുണ്ട്. പഴയ റോഡിൽ തന്നെ മണ്ണ് എടുത്തപ്പോ വെള്ളമാണ് അവിടെയാണ് ഇപ്പൊ ഇവര് ഇതിലൊന്നും നോക്കാതെയാണ് അവർ ഇതോടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ, വലിയ പ്രശ്നമാണ്, വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു മേഖലയിൽ ജീവിക്കുന്നവർ നേരിടുന്നത്. സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഇവരുടെ ജീവിതം, ഇവരുടെ വീടുകൾ അത് സുരക്ഷിതമല്ലെങ്കിൽ ഇവർക്ക് ശാശ്വതമായിട്ട് മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായിടത്ത് അതിനുള്ള സൗകര്യം ഒരുക്കുക. രണ്ടാമതായിട്ട്, ഇത്രയും ദുർബലമായ ഒരിടത്ത് കുത്തനെ ഈ മലയിടിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഈ റോഡിന് എപ്പോൾ വേണമെങ്കിലും ഭീഷണിയാവുന്ന തരത്തിൽ ഇടിഞ്ഞു വീണേക്കാം, അപകടമുണ്ടാക്കിയേക്കാം. അശാസ്ത്രീയമായിട്ടാണ് ഇത്തരം നിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് ഈ കാഴ്ചകളൊക്കെ തന്നെ തെളിവായിട്ട് പറയുന്നതാണ്. എന്താണെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാഹചര്യവും അധികൃതർക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് അത്തരം നടപടികൾ സ്വീകരിച്ച് മറ്റൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ കൈക്കൊള്ളും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് പാലാഴിയിൽ ദേശീയപാതയ്ക്ക് മണ്ണെടുത്തപ്പോഴാണ് ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ കുന്നിൻ മുകളിലെ കെട്ടിട സമുച്ചയം കണ്ടത്. ദുരന്തഭീതി ഉയർത്തുകയാണ് ദേശീയപാതയിലെ ഈ ഫ്ളാറ്റ് സമുച്ചയം. കോഴിക്കോട് തൃശൂർ ദേശീയപാതയിലാണിത്. പാലാഴി ഹൈലൈറ്റ് മാളിന് സമീപം ഏതു നിമിഷവും നിലംപൊത്താവുന്ന നിലയിലൊരു കുന്ന്. കുന്നിനു മുകളിൽ കൂറ്റൻ ഫ്ളാറ്റ് സമുച്ചയം.
ദേശീയപാതയുടെ വിസ്തൃതി കൂട്ടുന്നതിനായി ചെത്തിയെടുത്ത കുന്നിന്റെ ഒരു ഭാഗം. കുന്നിടിഞ്ഞാൽ ഫ്ളാറ്റ് സമുച്ചയം ദേശീയപാതയിലെത്തും. ആ പ്രദേശത്ത് പിന്നെയൊന്നും ഉണ്ടാകില്ല. കുന്നിനെ താങ്ങി നിർത്തുന്ന പാറക്കെട്ട് തകർത്തുകൊണ്ടിരിക്കുന്നു. അടിത്തട്ടിലെ പാറ ഇല്ലാതാകുന്നതോടെ കുന്നിടിച്ചിൽ സാധ്യത വർദ്ധിക്കും. സുരക്ഷാ ഭിത്തി നിർമ്മിച്ചാലും ഫ്ളാറ്റ് സമുച്ചയം സുരക്ഷിതമാകില്ല. ഫ്ളാറ്റിന്റെ മതിൽക്കെട്ടിൽ നിന്ന് 5 മീറ്റർ പോലും അകലമില്ലാതെയാണ് ഹൈവേ ഉള്ളത്. ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. ഷിരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ നാഷണൽ ഹൈവേ അതോറിറ്റി തയ്യാറാവണം. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. നിൽക്കുന്നുണ്ട്, തുടരാൻ തന്നെയാണ് ഇപ്പോഴത്തുള്ള തീരുമാനം. ബാക്കി തീരുമാനങ്ങൾ ഇന്നത്തിന് ശേഷം അറിയിക്കും. ഇന്ന് രാത്രി ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരെത്തും, അതിൻ്റെ ടെക്നീഷ്യൻ ഉൾപ്പെടെ എത്തും എന്നാണ് അറിയുന്നത്. അപ്പോൾ അത് ഇവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. എങ്കിൽ പോലും അതിൻ്റെ സാങ്കേതികപരമായ കാര്യങ്ങളിലുള്ളൊരു സംശയം മാത്രമാണ് നിലനിൽക്കുന്നത്. അതെ, അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ നാളെ വന്ന് സ്ഥലം ഈ വെള്ളവും ഒഴുക്കും എല്ലാം വിലയിരുത്തിയതിന് ശേഷമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവർക്ക് പ്രാഥമിക ചെക്കിംഗ് നടത്താൻ സാധിക്കുമെന്നാണ്. കാരണം ആ മോട്ടറിൻ്റെ പവറും ഇവിടുത്തെ ഒഴുക്കിൻ്റെ ഗതിയും ഘടനയും എല്ലാം മനസ്സിലാക്കി പറ്റുമോ എന്നുള്ളത് സ്റ്റാർട്ടിങ് തന്നെ ഒരു മനസ്സിലാക്കാനുള്ള സംവിധാനം, ഒരു കാൽക്കുലേഷൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എഞ്ചിനീയറുടെ സഹായത്തോടെ അത് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ഒന്നുകൂടി സ്ഥലം പരിശോധിച്ച ശേഷം ആ മെഷീൻ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. എന്താണ് കുടുംബമൊക്കെ പറയുന്നത്? നാട്ടിലുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ചത് ഇപ്പം പറയുന്നത് അവരുടെ ആവശ്യം അർജുൻ എന്തു സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരം അത് കിട്ടിയേ മതിയാകൂ എന്നുള്ളതാണ്. അർജുൻ ലോറിയിൽ തന്നെയാണോ അല്ലെങ്കിൽ പുറത്തു പോയോ? ഇപ്പോൾ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സംശയങ്ങളെല്ലാം നിലനിൽക്കാൻ കാരണത്തിൻ്റെ ഒരു ഉത്തരം അർജുനെ കാണാത്തത് കൊണ്ടാണ്. അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ അതിനെല്ലാം ഒരു ഉത്തരമാവുകയുള്ളൂ. അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിതിൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ദൗത്യം പൂർണ്ണമായും നിർത്തിയ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ സൈന്യം അടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ റോഡിലേക്ക് വീണിരിക്കുന്നു. നിലമ്പൂരിലേക്ക് വന്നാൽ നാടുകാണി ചുരത്തിലെ വിള്ളലിന് ആഴം കൂടുന്നത് വല്ലാത്ത ആശങ്കയാണ് ആ മേഖലയിൽ സൃഷ്ടിക്കുന്നത്. വിള്ളൽ വർദ്ധിച്ചതോടെ റോഡിന് ഒരടിയോളം താഴ്ചയുണ്ടായി. നിലമ്പൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന അന്തർ സംസ്ഥാന പാതയാണിത്. 10 ദിവസം മുൻപാണ് ഇവിടെ ജാറത്തിനും കല്ലളയ്ക്കുമിടയിൽ റോഡിൽ വിള്ളലുണ്ടായത്. ദിവസം കഴിയുന്തോറും സാഹചര്യം കൂടുതൽ ഗുരുതരമാകുന്നത് ആ മേഖലയിൽ സൃഷ്ടിക്കുന്ന ആശങ്ക ചെറുതല്ല. 10 ദിവസം മുൻപാണ് നിലമ്പൂർ നാടുകാണി ചുരത്തിൽ ജാറത്തിനും കല്ലളയ്ക്കുമിടയിൽ റോഡിൽ വിള്ളലുണ്ടായത്. ദിവസങ്ങൾ കഴിയുന്തോറും സാഹചര്യങ്ങൾ ഗുരുതരമാവുകയാണ്. വിള്ളൽ വർദ്ധിക്കുകയും റോഡിന് ഒരടിയുള്ള താഴ്ചയുണ്ടാവുകയും ചെയ്തു. 5 ഇഞ്ച് വീതിയിൽ 8 മീറ്റർ നീളത്തിലായിരുന്നു അന്ന് റോഡിലെ വിള്ളൽ. ഇപ്പോഴത് 12 മീറ്റർ നീളത്തിൽ 10 ഇഞ്ചിലധികം വീതിയിലായിട്ടുണ്ട്. മേഖലയിൽ റോഡ് താഴുന്നുമുണ്ട്. എന്നാൽ ഇവിടുത്തെ സുരക്ഷാ ഭിത്തിക്ക് പ്രശ്നങ്ങളില്ലാത്തതിനാൽ അപകട സാധ്യതയില്ല എന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ പരിശോധനയിലെ കണ്ടെത്തൽ. സമീപത്തെ ഓവുപാലത്തിന്റെ അടിഭാഗത്തും മറ്റു പ്രദേശങ്ങളിലും വിശദമായി പരിശോധന നടത്തേണ്ടതുണ്ട്. മഴയിൽ വിള്ളൽ കൂടി വരുന്നുണ്ടോ എന്നും നിരീക്ഷിക്കും. റോഡ് നവീകരണ പ്രവൃത്തി നടത്തിയ ഊരാളുങ്കൽ സൊസൈറ്റി എഞ്ചിനീയറിംഗ് വിഭാഗവും ചുരം റോഡ് പരിശോധിച്ചിരുന്നു. അപകട സാധ്യത ഇപ്പോഴില്ല എന്നായിരുന്നു അവരുടെയും കണ്ടെത്തൽ. വിള്ളലുണ്ടായ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുരം റോഡിന്റെ മറ്റ് ചില ഭാഗങ്ങളിലും സമാന രീതിയിൽ ചെറിയ തോതിൽ റോഡ് താഴ്ന്നതായും കണ്ടെത്തിയിരിക്കുന്നു. തുടർച്ചയായി 8 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ ചുരത്തിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത കൂടുതലാണ് എന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട്. 2018-ലും 19-ലും ഉരുൾപൊട്ടലിൽ ചുരത്തിൽ പലയിടത്തും ഭീമൻ പാറക്കല്ലുകൾ വീണ് വഴി തടസ്സപ്പെട്ടിരുന്നു. ന്യൂസ് 18 മലപ്പുറം. ഷിരൂരിൽ
ഗംഗാവാലി നദിയുടെ ആഴങ്ങളിൽ എവിടെയോ അർജുൻ കാണാമറയത്തു കിടക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരിക മറ്റൊരു ദുരന്തമാണ്. 2019 നിലമ്പൂർ കവളപ്പാറയിൽ മുത്തപ്പൻ കുന്ന് ഇടിഞ്ഞിറങ്ങിയ ദുരന്തം. 59 ജീവൻ പൊലിഞ്ഞ അവിടെ കണ്ടെത്താൻ കഴിയാതെ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് ഇപ്പോഴും 11 പേർ. 5 വർഷങ്ങൾക്കിപ്പുറം പോലും ഈ ഓർമ്മകൾ പ്രിയപ്പെട്ടവരെ വല്ലാതെ പൊള്ളിക്കുന്നു. 2019 ഓഗസ്റ്റ് 8 നിലമ്പൂർ കവളപ്പാറയിൽ കേരളത്തെ നടുക്കിയ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്. മുത്തപ്പൻകുന്ന് ഇടിഞ്ഞിറങ്ങിയപ്പോൾ ഓർമ്മയായിപ്പോയത് 59 പേരാണ്. ദിവസങ്ങളോളം നീണ്ട തെരച്ചിലിനൊടുവിൽ ലഭിച്ചത് 48 പേരുടെ ശരീരാവശിഷ്ടങ്ങൾ മാത്രം. 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. വർഷങ്ങൾക്കിപ്പുറം അന്നത്തെ ദുരന്തത്തെ അതിജീവിച്ച പലരും പല നാടുകളിലാണ്. നമ്മോടൊപ്പം അവരിൽ ചിലർ പങ്കുവയ്ക്കുകയാണ് മണ്ണിനടിയിൽ അകപ്പെട്ട അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളും അവരെക്കുറിച്ചുള്ള വേദനകളും. ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തവും അർജുനുമൊക്കെ മലയാളികളുടെ മനസ്സിൽ വയ്ക്കുമ്പോൾ 5 വർഷം മുൻപ് കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു ദുരന്തമുണ്ടായി നിലമ്പൂർ കവളപ്പാറയിൽ. 59 പേരാണ് ആ ദുരന്തത്തിൽ ഓർമ്മയായത്. അതിൽ തന്നെ 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ആണ്. ആ ദുരന്തത്തെ അതിജീവിച്ചവർ പലരും പല നാടുകളിലായിട്ടാണ് ഇപ്പോഴുള്ളത്. എന്നോടൊപ്പം ചേരുന്നത് ദുരന്തത്തെ അതിജീവിച്ച ശാന്ത എന്ന സ്ത്രീയാണ്. ചേച്ചി 5 കൊല്ലാവാൻ പോവാണ് അല്ലേ? 5 കൊല്ലാകാൻ പോകുന്നു. ഇപ്പൊ നമ്മള് കവളപ്പാറ വിട്ട് ഉപ്പടെ എത്തി. ഇപ്പൊ എന്താ അവസ്ഥ? ഇങ്ങനെയൊക്കെ തന്നെ പോണു. അങ്ങനെ കുറെയൊക്കെ പട്ടിണിയും പാടും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നതൊക്കെ പോയില്ലേ. ഇപ്പോ അവരാരുമില്ല. കിട്ടിയെങ്കിൽ കിട്ടി. നേരം പോലത്തെ അന്ത്യാലും പോലെ കാണും പൊന്തയൊക്കെ നോക്കും നല്ലത്. ഞമ്മക്കുള്ളതൊക്കെ പോയില്ലേ, ഒറ്റപ്പെട്ട് പോയി. എന്താ ചെയ്യാ? ശാന്തേച്ചി 11 പേരെ കിട്ടാണ്ടല്ലോ. അതില് ചേച്ചിയുടെ എത്ര പേരുണ്ട്? എനിക്ക് ഞാൻ പറഞ്ഞല്ലേ, എന്റെ ആളിയാക്ക, എന്റെ ഏട്ടത്തിന്റെ ആങ്ങള, ഏട്ടത്തിന്റെ മക്കള്, ഒരു 4 കുട്ടികളും ഒരു തള്ളയും. അതങ്ങനെ ഒക്കെ ഇതിന്റെ ഇടയിൽ ഒറ്റ കുട്ടികളും കിട്ടിയില്ല. ഉള്ള കാര്യം പറയാലോ. അതിന് ഒന്നായിട്ട് പോലെ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞങ്ങോട്ട് എവിടെ കയറിയതായിരുന്നു എന്റെ വീട്ടിൽ നിന്ന്. അത് കയറിയ കയറ്റത്തില്ലേ ഇവരന്ത്യോളം അങ്ങനെ നടക്കല്ലേ ഓരോ പണിയൊക്കെ എടുത്തിട്ട്. നമുക്ക് പണിക്ക് പോകാതെ തിന്നാൻ കിട്ടൂലല്ലോ. അപ്പോ അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഒക്കെ പോയി കിട്ടി. ഓർമ്മ ഉണ്ട് അന്ന് തിരയണ സമയത്തൊക്കെ ചേച്ചി അവിടെ വന്ന് നോക്കി നിരുന്നതും കാത്തു നിരുന്നതൊക്കെ? അന്നൊക്കെ വന്ന് കണ്ടിട്ട് എനിക്കിപ്പോഴും ഞാൻ ചില നേരത്തൊക്കെ ചാനൽക്കാർ വരുമ്പോൾ പറയാൻ നിൽക്കില്ല. എനിക്കതൊന്നും മനസ്സിൽ നിന്നിട്ട് വിട്ടുമാറണില്ല. ഒറ്റപ്പെട്ട് പോയല്ലോ എന്നുള്ളൊരു അതിലന്ന് ഇവരെ കാണാതായതിന്റെ സർട്ടിഫിക്കറ്റ് സർക്കാർ തരിക ചെയ്തല്ലേ ഇവര്? അന്ന് തന്നിക്കണാവോ എനിക്കറിയില്ല. കാരണം എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയാത്ത കാരണം കൊണ്ടൊന്നും അറിയില്ല. ഇതന്നെ പിന്നെ അറിവുകളെല്ലാം എത്തി ചോദിച്ചു നോക്കേണ്ടി വരും. അങ്ങനെ 15 ദിവസം മുഴുവനെ തെരഞ്ഞിട്ടും ഇനി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നിർത്തിയത്. അങ്ങനെ കാട്ടിയത് പോലെ. പിന്നെ ആരും തെരഞ്ഞിട്ടുമില്ല. പിന്നെ ഒരു മെമ്പർമാരെ കണ്ടിട്ടുമില്ല. തെരയണ ആൾക്കാരെയും കണ്ടിട്ടില്ല. പാർട്ടിക്കാരെയും കണ്ടിട്ടില്ല. ആരെയും കണ്ടിട്ടില്ല. കുറച്ചും കൂടി തെരയണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? പറഞ്ഞിരുന്നു പറയാനൊക്കെ പറഞ്ഞു തെരഞ്ഞു നോക്കണം എന്നുള്ളത്. എന്തു പറയണ അവിടെ പോയിട്ടുണ്ടോ? പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നുണ്ട്. നല്ല ദിവസമൊക്കെ വരുമ്പോ ഒരു വീടും പേരൊക്കെ ഞങ്ങളൊക്കെ ജനിച്ച നാടല്ലേ. അവിടെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ വെച്ച് അവർക്ക് വല്ല ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ വരും. അവിടെ എവിടെ ഉണ്ടോല് ഇപ്പോഴും ഞങ്ങൾക്ക് സ്വപ്നത്തിലൊക്കെ കാണാനും വരാനൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് എത്തണില്ലാത്തത് തന്നെ ഉള്ളു. അവിടെയും കൊണ്ടേ പോലെ കാണുള്ളൂ. കവളപ്പാറ ദുരന്തത്തിന്റെ ഇരകളായിരുന്ന ആ നാട്ടുകാർ ഇപ്പോഴുള്ളത് ഉപ്പടയിലാണ്. അവർക്ക് 32 വീടുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടതിന് ശേഷമാണ് അവർക്ക് ഈ വീടുകൾ കിട്ടിയത്. നമ്മൾ തന്നെ പലതവണ ഇവരുടെ അവസ്ഥയും ഇവിടെ വീടുകൾ നിർമ്മിക്കാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയും സർക്കാർ ഇടപെടുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും
1 വർഷമാവുന്നു അല്ലേ മനോട്ടാ? ഒന്നര 1.5 വർഷമാവുന്നു. ഇപ്പം എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ 32 വീട്ടിലിപ്പോൾ 28 വീട് മാത്രം കയറിയിട്ടുള്ളൂ. മറ്റുള്ള വീടുകളിലൊക്കെ മറ്റേ കോൺട്രാക്ടർമാർക്ക് വേറെ ആയതുകൊണ്ട് അവർ പണി പൂർത്തീകരിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കി 28 വീട് ഇവിടെ നിലവിലുണ്ട്. അതിൽ 10-12 വീടുകൾ ഒഴിഞ്ഞ കിടക്കുകയാണ്. കാരണം അവർ അവരെ എന്താ കുടുംബ വീട്ടിലാണ് താമസം. പിന്നെ മറ്റുള്ള എന്താ 20 വീട് ഇവിടെ സ്ഥിര താമസക്കാരുണ്ട്. അവർക്ക് എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ റോഡ് സൗകര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്കൂളിൽ പോകുന്ന പിള്ളേർക്കാണ് ഏറ്റവും വലിയ വിഷയം. കാരണം ഇതിലെ എന്തോ തെന്നിയാണ് അവർ നടന്നു പോകാറ്. ഞങ്ങൾ രക്ഷിതാക്കൾ ഒരു ദിവസം ലീവ് എടുക്കേണ്ട ഗതികേട് വരുന്നുണ്ട്. കാരണം കുട്ടികളെ കൊണ്ടാക്കാൻ മഴ നല്ല അടുപ്പിച്ച് പെയ്താൽ കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ വണ്ടി വരുന്ന പറഞ്ഞത് കാര്യമില്ല. എന്നാലും സ്കൂൾ സമയത്ത് ഞങ്ങൾക്ക് ഓരോരോ രക്ഷിതാക്കൾ കൊണ്ടുവിടുക ചെയ്യാം ഓരോ കുട്ടികളെ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എന്തോ ഞങ്ങൾ ഈ കഴിഞ്ഞ വേനയ്ക്ക് വെള്ളത്തിന്റെ പ്രശ്നം ഞങ്ങൾ നല്ലോണം അറിഞ്ഞിട്ടുണ്ട്. കാരണം കുറേ വീടുകളിൽ ഞങ്ങൾ ഈ പുഴയിൽ പോയി ചെറിയ കിണർ കുത്തി ഞങ്ങൾ വെള്ളം കുടിച്ച സാഹചര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഇപ്രാവശ്യം ഞാൻ ഇനി ഈ മഴക്കാലം കഴിഞ്ഞാൽ അടുത്ത വേനയായി വരുമ്പോൾ ഞങ്ങൾക്ക് ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ, ടാങ്ക് വെള്ളം അടിച്ചു കയറുന്നുണ്ടെങ്കിൽ കിണറ്റിൽ വെള്ളം വേണ്ടേ? ഒന്നര റിങ് വെള്ളം ഏറ്റവും അടിയത്തെ 1.5 റിങ് വെള്ളം മാത്രമേ ഉള്ളൂ. ഈ എന്തോ ഒരു 5 വീടിന് ശരിക്കും ഉപയോഗിക്കാൻ മാത്രമുള്ള വെള്ളം ഇതിലില്ല. ഇപ്പൊ മഴക്കാലാകുമ്പോൾ കുഴപ്പമില്ല. മഴക്കാലാകുമ്പോൾ നല്ല ഉറവ് ഇതായിട്ടുണ്ട്. പൈപ്പിൽ വെള്ളം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ എന്താ പ്രധാനമന്ത്രിന്റെ ഒരു ഇത് കിട്ടിയില്ല. അതൊക്കെ കണക്ഷനൊക്കെ ഞങ്ങൾക്ക് ശരിയാക്കി തന്നിട്ടുണ്ട്. അവർ 1 വർഷം 2 വർഷം എടുക്കുന്ന അവരിപ്പോ പറഞ്ഞത് ഞങ്ങളോട്. എന്നാലും അത് കിട്ടിയെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. സർക്കാരിന്റെ നിന്നുള്ള സഹായമൊക്കെ കിട്ടിയോ? സർക്കാരിന്റെ സഹായങ്ങൾ ഞങ്ങൾക്ക് ITDP ഞങ്ങൾ മുഖേന കുറെ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ് ഓഫീസിൽ പോയി ഞങ്ങളെല്ലാം പോയി പറഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ എല്ലാ എന്താ ഞങ്ങൾ ഒരു 6 വീട് ഞങ്ങൾ ക്യാമ്പിൽ താമസിച്ച് എല്ലാവർക്കും അറിയാം. ഞങ്ങളിവിടെ എന്തോ ഈ ടാങ്ക് കിട്ടാത്തതിന്റെ എല്ലാ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചിട്ട് ഞങ്ങൾ ഇതിൽ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു 6 വീട് ഞങ്ങളവിടെ 6 വീട്ടുകാർ ഞങ്ങൾ താമസിച്ചിരുന്നു അവിടെ ക്യാമ്പിൽ. അങ്ങനെ താമസിച്ച സമയത്ത് അവർ എല്ലാം ഞങ്ങൾ റെഡിയാക്കി തരുന്ന പറഞ്ഞു. ഇവിടെ ആദ്യം താമസിച്ച കുടുംബക്കാർക്ക് എല്ലാ ടാങ്കും എല്ലാം എത്തിച്ചു കൊടുത്തു. പക്ഷേ ഈ 6 വീട്ടുകാരെ ഞങ്ങൾക്ക് ഇതുവരെ ടാങ്ക് വരെ എത്തിച്ചേർത്തുന്നില്ല. കാരണം ഞങ്ങൾ ITDP മുഖേന ബന്ധപ്പെട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഞങ്ങളെ ഒരു പ്രൊമോട്ടറായിരുന്നു. ആ പ്രൊമോട്ടറായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്താ പറയുക അവർക്ക് ഞങ്ങൾ ചെയ്തു തരുന്ന മാത്രമേ അവർ പറയുള്ളൂ. പക്ഷെ മറ്റുള്ള പൈപ്പ് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ അവർ വെള്ളം സൂക്ഷിക്കാനുള്ള ഞങ്ങൾ എന്നിട്ടും ഓരോരോ ബക്കറ്റിൽ പിന്നെ ഈ മറ്റേ അലുമിനിയം പാത്രത്തിലൊക്കെ ഞങ്ങൾ വെള്ളം പിടിച്ചേക്കാറ്. ഇപ്പോൾ നമ്മൾ ഈ കവളപ്പാറ വിട്ടിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും പല ഭാഗത്തായി പോയല്ലോ. ഇവിടെ എങ്ങനെ ഉപജീവനമൊക്കെ എങ്ങനെയാ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഉപജീവനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പം എന്തോ അവിടെ കവളപ്പാറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ഓരോരോ കുടുംബത്തിനും ഞങ്ങൾക്ക് 3 ഏക്കർ 1.5 ഏക്കർ 2 ഏക്കർ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൽ എന്തോ വാഴയായിട്ടും എന്തോ മറ്റേ കപ്പയായിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ആ സമയത്ത് പറമ്പിൽ ഞങ്ങൾക്ക് റബ്ബർ ഓരോരുത്തർക്ക് 7-8 ഷീറ്റ് കിട്ടുന്ന മറ്റേ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടമായി. പിന്നെ ആ വരുമാനം നിന്നു ഇവിടെ എത്തിയപ്പോൾ അത്രയും ഇതുള്ളൂ. കാരണം എന്താ പറയുക ഇവിടെ ഇപ്പോൾ ഒരു ശരിക്കും ഒന്നും പണി ഞങ്ങൾക്ക് ഇതുമായിട്ടും സെറ്റിലായിട്ടില്ല. കവളപ്പാറ ദുരന്തത്തിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടായത് ആ മേഖലയിലെ ആദിവാസികൾക്കാണ്. അവരിൽ പലരും ഇന്നും ആ മണ്ണിനടിയിലാണ്, ഓർമ്മയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ചാത്തൻ മൂപ്പനാണ്. മൂപ്പൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നു ആ മേഖലയിൽ അന്ന് മുഴുവൻ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കുടുംബങ്ങളും ആയിരുന്നു. എല്ലാം മണ്ണിനടിയിൽ പോയി. ദുരന്തത്തിന് ശേഷം പലരും പല ഭാഗത്തായി പോയില്ലേ? ദുരന്തത്തിന് ശേഷം ഞങ്ങൾ പലരും പല വഴിക്കായിപ്പോയി. ഇപ്പോൾ 5 കൊല്ലത്തിനിപ്പുറം അവിടെ പോകാറുണ്ടോ? ഇപ്പോൾ കവളപ്പാറ പോകാറുണ്ടോ? പോകാറുണ്ട്. കവളപ്പാറ പോകാറുണ്ട്. കൊല്ലം പോയിട്ടാണ് വരുന്നത്. ഞങ്ങൾക്കൊരു അടിയന്തരമൊക്കെ ഉണ്ട്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ദൈവം കുറിച്ച് ആ ദൈവം കുറിച്ചിക്ക് ഞങ്ങൾ കൊല്ലം അവിടെ കൂടും. എല്ലാവരും കൂടിയിട്ട് അവിടെ കൊടുക്കും. ഇപ്പം ഈ ഇപ്പോഴും കാണാതെ പോയതിൽ ഏറ്റവും അധികം മൂപ്പന്റെ വേണ്ടപ്പെട്ടവരല്ലേ 10ഓളം അല്ലേ? 10 പേര്. അതെ അതെ, ഇപ്പോഴും കാണാതെ പോയ കൂട്ടത്തിൽ ഏറ്റവും എനിക്കാണ് നഷ്ടപരിഹാരം വന്നത്. നമ്മളെ കുടുംബങ്ങളാണ് പോയിക്കുന്നത് മൊത്തം. എത്ര പേര് അറിയോ? 10 പേരാണോ?
16 പേര് പോയി. 11 പേരെ കാണാല്ലോ ഇപ്പോഴും മണ്ണിനടിയിലല്ലേ? 11 പേരെ ഇപ്പൊ കാണാനില്ല, മണ്ണിനടിയിലാണ്. മുമ്പ് കൃഷി ചെയ്തിരുന്നാണല്ലോ നമ്മൾ ഇതിനകത്ത് കൃഷി 240 മരങ്ങളും പിന്നെ റബ്ബർ ഉണ്ടായിരുന്നു. പിന്നെ പാടത്ത് ഫുള്ള് കവുങ്ങും തെങ്ങും ഉണ്ടായിരുന്നു. നല്ല വരുമാനം ഉണ്ടായിരുന്നു എനിക്ക്. അത്രയും ഞങ്ങൾ 30 ഭാഗം ആൾക്കാർക്കൊക്കെ വരുമാനം ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. എനിക്ക് മാത്രമല്ല 30 ഭാഗം ആൾക്കാർക്കൊക്കെ വരുമാനം ഉണ്ടായിരുന്നു. എന്നെ പോലെ വരുമാനം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവര് ആ വരുമാനത്തിനനുസരിച്ച് നമുക്ക് തന്നിട്ടില്ലല്ലോ. 10 സെന്റ് സ്ഥലത്തൊരു വീടും ജീവിക്കാനുള്ള ഉപജീവനല്ലേ എപ്പോഴും. അതെ. 15 ദിവസത്തിലധികം തെരച്ചിൽ നീണ്ടു. പലപ്പോഴും അവസാനം കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ശരീരാവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു അവസാന ദിവസങ്ങളിൽ പലയിടത്തും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട മൃതദേഹങ്ങൾ അത് അത്തരത്തിൽ കാണാൻ വയ്യ എന്നൊരു കാരണം കൂടിയുണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കുവാൻ ഇവർ സമ്മതിച്ചതിന് പിന്നിൽ. എന്താണെങ്കിലും ഇവർക്കിന്നും ആ ഓർമ്മകൾ ഹൃദയഭേദകമാണ്. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നമ്മുടെ നിർമ്മാണങ്ങളും പഠിക്കണം. വികസനം ജീവന് ഭീഷണിയാകരുത്. വികസനത്തിനൊപ്പം കരുതലും സുരക്ഷിതത്വമാകണം പ്രാധാന്യം അർഹിക്കേണ്ടത്. എന്നൊരു പ്രവൃത്തി മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.